ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. ലക്കിടിക്കുന്നിന് മുകളിൽ കോടമഞ്ഞ് പുതച്ച് ഒരു മഴക്കാലം ചുറ്റിക്കളിക്കുന്നുണ്ട്. തണുത്ത കാറ്റിന്റെ താളത്തിൽ താഴ്വാരത്തിലേക്ക് മുത്തമിട്ടിറങ്ങുന്ന വെളുത്ത കോടകൾക്കിടയിലൂടെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ അരികിലേക്ക് തെളിഞ്ഞു വരുന്നു. തനത് വയനാടിന്റെ പുല്ലുമേഞ്ഞ കുടിലുകൾ കൂണുപോലെ മുളച്ചു പൊന്തി വരി വരിയായി കാണുന്നു. ചെളിമണ്ണ് മെഴുകിയ തിണ്ടുകൾ അതിരിടുന്ന വളഞ്ഞു പുളഞ്ഞ വഴികൾ കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമത്തിലെത്താം. എന്നൂരിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഗോത്ര പാരമ്പര്യത്തിന്റെ ഉള്ളറകളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. വയനാടിന്റെ ചുരം കയറി ലക്കിടിയിൽ നിന്നും വിളിപ്പാടകലെയാണ് സുഗന്ധഗിരിക്കുന്നിൽ സഞ്ചാരികൾക്കായി ഒരു പൈതൃക ഗ്രാമം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ ഈ അധ്യായത്തിൽ എന്നൂര് എന്ന ഗോത്ര പൈതൃക ഗ്രാമത്തിന്റെ വിശേഷങ്ങളും ഒപ്പം പ്രവർത്തനങ്ങളെയും പറ്റി കേൾക്കാം. ഒക്ടോബർ 1 മുതൽ 5 വരെ എന്നൂര് സംഘടിപ്പിക്കുന്ന വയനാട് ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികളെ വരവേൽക്കാൻ എന്നൂര് എത്രമാത്രം ഒരുങ്ങിയെന്ന് പരിശോധിക്കുകയാണ് ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിലൂടെ. ഈ പരിപാടിയിൽ എന്നോടൊപ്പം ചേരുന്നു എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രമിൽ രാജ്, ഒപ്പം ഊരുമൂപ്പനും എന്നൂര് ഭരണസമിതി സെക്രട്ടറിയുമായ മണി മീഞ്ചാൽ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം ജോബിഷ്. എന്റെ പേര് പ്രമിൽ രാജ്. ഞാൻ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഞാൻ മണി മീഞ്ചാൽ, ഊരുമൂപ്പനാണ്, അതുപോലെ തന്നെ എന്നൂരിന്റെ സെക്രട്ടറി. ഓക്കെ, എന്നൂര് പൈതൃക ഗ്രാമത്തിന്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഗോത്ര സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഗോത്ര സമൂഹങ്ങൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളൊരു പ്രധാന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. ആ തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ സ്ഥലം തെരഞ്ഞെടുത്ത് ഇവിടെ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ഗോത്ര സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുവാനും കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കുവാനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുവാനും അതോടൊപ്പം തന്നെ ഇവിടെ ലഭ്യമായിട്ടുള്ള വിവിധ തൊഴിൽ മേഖലയിൽ ജോലികൾ എടുക്കുവാനുമൊക്കെയുള്ള ഒരു അവസരമാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം വഴി നിലവിൽ നമ്മൾ നടപ്പിലാക്കി വരുന്നത്. ഏകദേശം 100ഓളം പേർക്ക് ഈ സ്ഥാപനത്തിലൂടെ വിവിധ മേഖലയിലൂടെ തൊഴിൽ നൽകാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫായിട്ടും ക്ലീനിംഗ് സ്റ്റാഫായിട്ടും അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫായിട്ടും ഷട്ടിൽ സർവീസ് ജീപ്പ് സേവനങ്ങൾ നടത്തുന്ന ആളുകളായിട്ടും ഇവിടെ വാടകയ്ക്ക് കടമുറികൾ നടത്തുന്ന ചെറുകിട സംരംഭകരായിട്ടും കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ വരുന്ന ബെനിഫിഷ്യറികളായിട്ടും ഒക്കെയുള്ള അവസരങ്ങളാണ് നമ്മൾ നിലവിൽ എന്നൂരിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, വയനാട്ടിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കാൾ ഉപരി എന്നൂര് വ്യത്യസ്തമാണ്. എന്തൊക്കെ ഘടകങ്ങളാണ് എന്നൂരിനെ ഇങ്ങനെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടൂറിസം കേന്ദ്രമാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇതിന്റെ ഭരണസമിതിയിലും അതുപോലെ തന്നെ ജനറൽ ബോഡിയിലും ജീവനക്കാരായിട്ടും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ്. ആ ഒരു ഘടന തന്നെയാണ് ഇതിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. മറ്റു ടൂറിസം സെന്ററുകളെ അപേക്ഷിച്ച് ഈ ലക്കിടിയിലുള്ള ഈ ഒരു പ്രദേശം പ്രകൃതി ഭംഗിയാൽ വളരെയധികം മനോഹരമായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗിയും വയനാടിന്റെ തനത് ഗോത്ര രീതികളും ആചാരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ടൂറിസം സ്ഥാപനങ്ങളെക്കാട്ടിലും ഏറെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം. ഓക്കെ, വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൂരിൽ? ഇവിടെ ഒരു ദിവസം പരമാവധി 2500 പേരെ ആളുകളെയാണ് ദൈനംദിന പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നത്.
മറ്റ് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ആളുകളെ സമയക്രമം നീട്ടിക്കൊണ്ട് തന്നെ ഉൾക്കൊള്ളും. ഇവിടെ എത്തുന്ന ആളുകൾക്ക് നാഷണൽ ഹൈവേയുടെ സമീപത്ത് തന്നെയുള്ള ടിക്കറ്റ് കൗണ്ടർ ഏരിയയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ജീപ്പ് സർവീസ് മുഖേന എന്നൂരിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. എന്നൂരിന്റെ വിശാലമായ പ്രകൃതി ഭംഗി കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നമ്മുടെ ട്രൈബൽ മാർക്കറ്റ് ഏരിയയിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള അവസരം, ട്രൈബൽ കഫറ്റേരിയയിൽ തനത് ഉൽപ്പന്നങ്ങൾ, ഭക്ഷണം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് ഭക്ഷിക്കാനുള്ള അവസരങ്ങൾ. ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്ഥാപനമായ ട്രൈഫുഡ് പോലുള്ള സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ കർഷകരും സംഘങ്ങളും സ്വയം സംഘങ്ങളും ഒക്കെ നടത്തുന്ന കടകൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ സെന്റർ ഏരിയ ആയിട്ടുള്ള ഹട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഹട്ടിൽ നമുക്ക് നിലവിൽ ഓരോ ഹട്ടിലും ഓരോ തീം അനുസരിച്ച് കാർഷിക തീം, ആചാരപരമായിട്ടുള്ള സ്കീം, ഗാർഹിക തീം, ആഭരണം, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങിയിട്ടുള്ള വിവിധ തീം തിരിച്ച് വിവിധ ഗാലറികൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വരുന്നവർക്ക് നമ്മുടെ ഗോത്ര സമൂഹത്തിന്റെ തനത് പൈതൃകങ്ങളൊക്കെ ഈ ഗാലറിയിലൂടെ പ്രദർശിപ്പിക്കാനും കാണുവാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ട്രൈബൽ ആർട്ട് ഫോംസ് അരങ്ങേറുന്നുണ്ട്. വട്ടക്കളി, തുടികൊട്ട്, നെല്ലുകുത്ത് പോലുള്ള ആർട്ട് ഫോംസ് അരങ്ങേറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ നമ്മൾ ട്രൈബൽ സോങ്സ്, ഫോക്ക് സോങ്സ്, ഡാൻസ്, പാട്ടുകൾ വിവിധ കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും ഒക്കെ നടത്തുന്ന പ്രോഗ്രാംസും ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, എന്നൂര് എത്രമാത്രം സ്ഥലവിസ്തൃതിയിലാണ് കിടക്കുന്നത്? ഒപ്പം ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് ആളെ പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. എന്നൂര് ഗോത്രപൈതൃക ഗ്രാമം നിലവിൽ എന്നൂരിന്റെ ക്യാമ്പസ് 25 ഏക്കർ സ്ഥല വിസ്തൃതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് 3 വയസ്സിന് മുകളിലുള്ള എല്ലാ സന്ദർശകർക്കും 50 രൂപയാണ് എൻട്രൻസ് ടിക്കറ്റ്. അതുകൂടാതെ തന്നെ ജീപ്പ് മുകളിലേക്കും താഴേക്കും ജീപ്പിന് 40 രൂപ. അങ്ങനെ 3 വയസ്സിന് മുകളിലുള്ള എത്തുന്ന എല്ലാവർക്കും 90 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത്. അത് ടിക്കറ്റ് കൗണ്ടറിൽ കൂടെ തന്നെ നിലവിൽ ഓഫ്ലൈനായിട്ട് നേരിട്ട് ടിക്കറ്റ് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ഓഫ്ലൈനായിട്ട് തന്നെ ടിക്കറ്റ് നിലവിൽ അവൈലബിൾ ആണ്. നിലവിൽ സന്ദർശകർക്ക് നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം സമയക്രമം രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 7 മണി വരെ ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സമയക്രമത്തിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ സുരക്ഷിതമായി തന്നെ ക്രമീകരിക്കുന്ന രീതിയിലാണ് നമ്മൾ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വയനാട് ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ പൊതുവെ പറയാറുള്ളത് രാത്രി സമയത്ത് അവർക്ക് കൂടുതൽ ആഘോഷങ്ങൾക്കുള്ള വേദികളില്ല എന്നുള്ളതാണ്. ഈ എന്നൂര് യഥാർത്ഥത്തിൽ 7 മണിക്ക് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം 9 അല്ലെങ്കിൽ 10 മണി വരെയൊക്കെ ആക്കാനുള്ള ആലോചനകളുണ്ടോ? സാധാരണ ദിവസങ്ങളിൽ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് എന്നൂർ ഗോത്രപൈതൃക ഗ്രാമത്തിന്റെ ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. 5 മണി വരെ വരുന്ന ആളുകൾക്ക് ഇവിടെ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കുവാനും 7 മണിയോടുകൂടി തിരിച്ചിറങ്ങാനും സാധിക്കുന്നതാണ്. പ്രത്യേക ഉത്സവ ദിവസങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ രാവിലെ 9 മണി മുതൽ 7 മണി വരെ പ്രവർത്തിക്കുകയും 7 മണി വരെ ടിക്കറ്റ് എടുത്തു വരുന്ന ആളുകൾക്ക് 9 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങാനും അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. നിലവിൽ ഫെസ്റ്റിവൽ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നമ്മൾ നൈറ്റ് ആക്ടിവിറ്റീസ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള വെളിച്ച സംവിധാനങ്ങളൊക്കെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഇപ്പം സ്വന്തമായി തന്നെ നമ്മൾ വെളിച്ച സംവിധാനങ്ങളൊക്കെ ഇവിടെ വളരെയധികം കാര്യക്ഷമമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വരുന്ന മാസങ്ങളിൽ പൂർണ്ണമായി തന്നെ ഫെസ്റ്റിവൽ ദിവസങ്ങൾ ഒഴിച്ചിട്ടുള്ള മറ്റ് ദിവസങ്ങളിലും പൂർണ്ണമായി തന്നെ സമയക്രമം നീട്ടണം എന്നുള്ളൊരു പദ്ധതിയാണ് എന്നൂരിന്റെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി വരികയാണ്. ഓക്കെ, നമുക്കിനി വയനാട് വയനാട് ഉത്സവത്തിലേക്ക് വരാം. എല്ലാ വർഷവും ഇത്തരം പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാറുണ്ട്. എന്നൂർ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് വയനാട് ഉത്സവത്തെ വരവേൽക്കാൻ, അതിഥികളെ വരവേൽക്കാൻ? അതിഥികളെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി കാലാവസ്ഥ പ്രതിസന്ധി തന്നെയാണ്. ആ കാലാവസ്ഥ പ്രതിസന്ധി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ള സംവിധാനങ്ങൾ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ, ഇരിപ്പിടങ്ങൾ, ലഘുഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സംവിധാനങ്ങൾ, ഇത് അടിസ്ഥാന വെളിച്ച സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് വയനാട് ഉത്സവം എന്നുള്ളത് പറയാം. വയനാട് ഉത്സവം എന്നൂർ ഗോത്രപൈതൃക ഗ്രാമത്തിൽ 2024 ആദ്യമായിട്ട് ആഘോഷിച്ചത്. വയനാട്ടിലെ നമുക്കറിയാം, ചൂരൽമല ദുരന്തത്തിന് ശേഷം ടൂറിസം റിവൈവൽ പ്രോഗ്രാമായിട്ടാണ് ജില്ലാ ഭരണകൂടം ഇങ്ങനൊരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത്. ആ സമയത്ത് നിർദ്ദേശിച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് എന്നൂർ ഗോത്രപൈതൃക ഗ്രാമമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയം ഒക്ടോബർ മാസം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം റിവൈവൽ പ്രോഗ്രാം നടത്തി. വയനാട്ടിലേക്ക് സഞ്ചാരികളെ കടന്നു വരുവാനും വയനാട്ടിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വീണ്ടും ഉണർവ് നൽകുവാനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കാൻ എന്നൂരിന് കഴിഞ്ഞു. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ വർഷവും വയനാട്ടിലേക്ക്, നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വയനാട്ടിലേക്ക് സന്ദർശകരുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു. വിവിധ തരത്തിലുള്ള പ്രകൃതി ബുദ്ധിമുട്ടുകൾ നമ്മൾ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷം കൂടുതൽ സഞ്ചാരികളെ വയനാട്ടിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് തന്നെ എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം പരിശ്രമിക്കുകയാണ് ഈ വയനാട് ഉത്സവം 2025 എന്ന പരിപാടിയിലൂടെ. വയനാട് ഉത്സവത്തിനായി എന്തൊക്കെയാണ് എന്നൂര് ക്രമീകരിച്ചിട്ടുള്ളത്? വയനാട് ഉത്സവം എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമത്തിൽ ഒക്ടോബർ മാസം 1-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. 1-ാം തീയതി നമുക്ക് 3 മണിയോടുകൂടെ ഈ പരിപാടിക്ക് ഒരു ചെറിയ ഉദ്ഘാടനം ഉണ്ടാവും. 4 മണിക്ക് ശേഷം വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ മാസം 1-ാം തീയതി ഗോത്രദീപം ഗ്രന്ഥശാല അവതരിപ്പിക്കുന്ന ട്രൈബൽ ആർട്ട് ഫോംസും ഫോക്ക് സോങ്സും ഡാൻസും നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മാസം 2-ാം തീയതി തിരയാട്ടം നാടൻ കലാ സംഘം അവതരിപ്പിക്കുന്ന ട്രൈബൽ ആർട്ട് ഫോംസും ഫോക്ക് സോങ്സും അവരുടെ ഡാൻസ് പ്രോഗ്രാമും വൈകുന്നേരം 4 മണി തൊട്ട് 6 മണി വരെ ഉണ്ടാകും. 3-ാം തീയതി രാവിലെ 10 മണി തൊട്ട് 6 മണി വരെ വിവിധ കലാരൂപങ്ങൾ തൊടികെട്ട്, വട്ടക്കളി, നെല്ലുകുത്ത് തുടങ്ങിയ കലാരൂപങ്ങളുടെ എന്നൂരിൽ അരങ്ങേറും. 4-ാം തീയതി ജില്ലാ ഭരണകൂടവുമായി തന്നെ കൈകോർത്ത് നമ്മൾ മ്യൂസിക്കൽ നൈറ്റ് എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഒരു വോട്ടേഴ്സ് അവയർനെസ് പ്രോഗ്രാമാണ്. സ്വീപ്പ് വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഗാനമേള അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒക്ടോബർ 5-ാം തീയതി ഒരു മെഗാ ഇവന്റ് ഷോ, വിവിധ കലാരൂപങ്ങളും അതുപോലെ തന്നെ സ്കിറ്റുകൾ, കോമഡി പ്രോഗ്രാംസ്, എന്റർടൈൻമെന്റ് ഷോസ്, മ്യൂസിക്കൽ ഷോസ് എല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള വിപുലമായ ഒരു എന്റർടൈൻമെന്റ് ഷോ കാലിക്കറ്റ് തിരുവണ്ണാസ് അവതരിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് ഷോ വൈകുന്നേരം 4 മണി തൊട്ട് 7 മണി വരെയും ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഈ ദിവസങ്ങളെല്ലാം തന്നെ മറ്റ് എന്നൂരിലെ തനത് കലാരൂപങ്ങളും ഇവിടെ പ്രദർശനങ്ങളും ഒക്കെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനൊപ്പം തന്നെ നിലവിൽ നടത്തുന്നതായിരിക്കും. ഓക്കെ, എന്നൂരിലെ ഒരു കാലാവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്? സാധാരണഗതിയിൽ നമ്മൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ ശ്രദ്ധേയമാണ്. സാധാരണ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടാറുള്ളത് എന്നൂരിലെ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഒരു നല്ല മൂടൽ മഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലെ കാലാവസ്ഥയുള്ളത്. ഒറ്റപ്പെട്ട സമയങ്ങളിലൊക്കെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. സന്ദർശകരോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ വരുന്ന സമയത്ത് റെയിൻകോട്ടും അതുപോലെ തന്നെ കുടയും കൈ കരുതണമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈവനിങ് സമയത്ത് നല്ല രീതിയിൽ മൂടൽ മഞ്ഞൊക്കെ കണ്ട് വൈകിട്ടത്തെ തണുപ്പും ലൈറ്റും ഒക്കെ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിൽ ഒക്ടോബർ 1 മുതൽ 5 വരെ നടക്കുന്ന വയനാട് ഉത്സവത്തിന്റെ വിശേഷങ്ങളും ഒപ്പം എന്നൂരിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിമിൽ രാജ്, ഒപ്പം എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം ഭരണസമിതി സെക്രട്ടറിയും ഊരുമൂപ്പനുമായ മണി മീഞ്ചാൽ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.